ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ കൃഷ്ണൻ മേലേവട്ടശ്ശേരി. KSFE റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. KSFEയുടെ വിവിധ കാലയളവിലുള്ള മൾട്ടി ഡിവിഷൻ ചിട്ടികൾ ഇന്ന് ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ചിട്ടികളെ അപേക്ഷിച്ച് ഒരുപാട് സവിശേഷതകളുള്ള മൾട്ടി ഡിവിഷൻ ചിട്ടിയിലേക്ക് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ KSFEയുടെ 10,000 100 മാസം 10 ലക്ഷത്തിൻ്റെ മൾട്ടി ഡിവിഷൻ ചിട്ടിയെ പറ്റിയാണ്. എന്താണ് മൾട്ടി ഡിവിഷൻ ചിട്ടികളെന്നും അതിൻ്റെ സവിശേഷതകളും നടപടിക്രമങ്ങളെ പറ്റിയും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കൂടാതെ വീഡിയോയുടെ അവസാനത്തിൽ മൾട്ടി ഡിവിഷൻ ചിട്ടിയിൽ നറുക്ക് കിട്ടിയ ആളുകൾക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിനെ പറ്റിയും പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റു വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് എന്താണ് മൾട്ടി ഡിവിഷൻ ചിട്ടി എന്നത് ഒന്ന് മനസ്സിലാക്കാം. ഞാനിവിടെ പറയാൻ പോകുന്നത് 10,000 100 മാസം 10 ലക്ഷത്തിൻ്റെ മൾട്ടി ഡിവിഷൻ ചിട്ടിയെ പറ്റിയാണ്. 10,000 100 മാസം 10 ലക്ഷത്തിൻ്റെ സാധാരണ ചിട്ടിയിൽ 100 അംഗങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ 10,000 100 മാസം 10 ലക്ഷത്തിൻ്റെ മൾട്ടി ഡിവിഷൻ ചിട്ടിയിലാണെങ്കിൽ 100 പേരടങ്ങുന്ന ഒന്നിൽ കൂടുതൽ ഡിവിഷനുകൾ ഉണ്ടായിരിക്കും. സാധാരണയായി 4 ഡിവിഷനുകളുള്ള ചിട്ടിയാണ് കണ്ടുവരുന്നത്. ഒരു ഡിവിഷനിൽ 100 പേരുണ്ടെങ്കിൽ 4 ഡിവിഷനുകളിലായി 400 പേർ ഈ ചിട്ടിയിൽ ഉണ്ടായിരിക്കും. ഒന്നിൽ കൂടുതലുള്ള ഡിവിഷനുകളെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഒറ്റ ചിട്ടിയായി നടത്തുന്നത് കൊണ്ടാണ് അതിനെ മൾട്ടി ഡിവിഷൻ ചിട്ടികൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൾട്ടി ഡിവിഷൻ ചിട്ടികളുടെ നടപടിക്രമങ്ങളെ പറ്റി മനസ്സിലാക്കാം. 10,000 100 മാസം 10 ലക്ഷത്തിൻ്റെ മൾട്ടി ഡിവിഷൻ ചിട്ടികളിൽ തവണ സംഖ്യ 10,000 രൂപയാണ്. കാലാവധി 100 മാസമാണ്. സല അഥവാ ചിട്ടി തുക 10 ലക്ഷം രൂപയാണ്. ഓരോ മാസവും ഒരു നറുക്കും 3 ലേലവുമാണ് ഈ ചിട്ടിയിൽ നടക്കുന്നത്. അതിൽ നറുക്ക് കിട്ടുന്ന ആൾക്ക് ചിട്ടി തുകയുടെ 5% കമ്പനിയുടെ കമ്മീഷൻ കിഴിച്ച് ബാക്കി തുക ഒന്നിച്ച് നൽകുന്നു. അതായത് 10 ലക്ഷത്തിൻ്റെ ചിട്ടി ആയതുകൊണ്ട് 5% കമ്മീഷൻ കിഴിച്ചാൽ 9.5 ലക്ഷം രൂപ നറുക്ക് കിട്ടുന്ന ആളുകൾക്ക് മുഴുവനായിട്ടും കിട്ടും. ഒരു മാസം ഒരാൾക്ക് ഇത്തരത്തിൽ നറുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 100 മാസം കൊണ്ട് 100 പേർക്ക് ഈ നറുക്കെടുപ്പിലൂടെ 9.5 ലക്ഷം രൂപ കിട്ടുന്നതാണ്. ഓരോ മാസവും ഒരാൾക്ക് നറുക്ക് കിട്ടുന്നത് കൂടാതെ 3 പേർക്ക് ലേലത്തിൽ പങ്കെടുത്ത് ചിട്ടി വിളിച്ചെടുക്കാനുള്ള അവസരം കൂടെ മൾട്ടി ഡിവിഷൻ ചിട്ടിയിലുണ്ടായിരിക്കും. ഈ ചിട്ടിയിൽ ലേലത്തിൽ പങ്കെടുക്കുന്നവർക്ക് 35% വരെയാണ് ലേലക്കിഴിവ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ 35% കിഴിവോടുകൂടി ചിട്ടി വിളിച്ചെടുക്കുന്ന വ്യക്തിക്ക് 6,50,000 രൂപയാണ് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമുള്ളവർ മാത്രമായിരിക്കും ആദ്യ മാസങ്ങളിൽ ചിട്ടി വിളിച്ചെടുക്കുന്നത്. ഇനി ഈ ചിട്ടിയിലേക്കുള്ള തവണ സംഖ്യ ആദ്യ മാസം എല്ലാവരും 10,000 തന്നെ മുഴുവനായും അടയ്ക്കണം. എന്നാൽ രണ്ടാമത്തെ മാസം മുതൽ നമുക്ക് ഡിവിഡൻഡ് ലഭിക്കാൻ തുടങ്ങും. ആദ്യ മാസം ലേലത്തിൽ പങ്കെടുക്കുന്ന 3 പേരും 35% കിഴിവിലാണ് വിളിച്ചതെങ്കിൽ ആ ചിട്ടിയിലുള്ള 400 പേർക്കും 2,250 രൂപ വീതം ഡിവിഡൻഡ് ലഭിക്കും. അപ്പോൾ ആ മാസത്തെ അടവ് 10,000-ൽ നിന്ന് 2,250 രൂപ കിഴിച്ച് ബാക്കി 7,750 രൂപ മാത്രം അടച്ചാൽ മതി. ആദ്യത്തെ ഒരു 30 മാസം വരെയൊക്കെയാണ് പരമാവധി കിഴിവായ 35% കിഴിവിൽ ചിട്ടി പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത്രയും മാസങ്ങൾ നമുക്ക് 7,750 രൂപ വീതം അടച്ചു കൊടുത്താൽ മതി. പിന്നീടുള്ള മാസങ്ങളിൽ ഡിവിഡൻഡ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ തവണ സംഖ്യ കൂടുന്നതായിരിക്കും. എന്തായാലും ഈ ചിട്ടിയിലേക്കുള്ള നമ്മുടെ തവണ സംഖ്യ 7,750 രൂപയ്ക്കും 10,000-നും ഇടയിലായിരിക്കും. ചിട്ടിയുടെ ലേലത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി പ്രോക്സി എന്ന സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രോക്സി എന്താണെന്നും അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക എന്നതിനെക്കുറിച്ചും അറിയാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കുക. മറ്റൊരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടത്, നറുക്കെടുപ്പിലാണെങ്കിലും ലേലത്തിലാണെങ്കിലും ചിട്ടി വിളിച്ചെടുത്ത ആളുകൾക്ക് പണം പിൻവലിക്കണമെങ്കിൽ KSFEയിലേക്ക് തുടർന്നടയ്ക്കാനുള്ള തവണ സംഖ്യകൾക്ക് ആനുപാതികമായ ജാമ്യം നമ്മൾ കൊടുത്തിരിക്കണം.
ജാമ്യമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കാം എന്നതിനെ പറ്റിയും ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കാം. അപ്പോൾ അതെല്ലാം കണ്ട് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മൾട്ടി ഡിവിഷൻ ചിട്ടികളിലെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ഓരോ മാസവും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ മുഴുവൻ സംഖ്യയും കമ്പനിയുടെ കമ്മീഷൻ കിഴിച്ചു കൊടുക്കുക എന്നത്. ഇങ്ങനെ നറുക്കെടുപ്പിലൂടെ ചിട്ടി കിട്ടുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. മൾട്ടി ഡിവിഷൻ ചിട്ടികളിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതും ഈ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ പരിശോധിക്കുന്നത് ആദ്യ മാസം നറുക്ക് കിട്ടുന്ന ഒരാൾക്ക് ആ പണം KSFയിൽ തന്നെ നിക്ഷേപിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എത്ര രൂപ ചിട്ടിയിലേക്ക് അടയ്ക്കേണ്ടി വരും, കാലാവധി കഴിഞ്ഞ് അദ്ദേഹത്തിന് എത്ര കിട്ടും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും എന്ന കാര്യങ്ങളാണ്. ഇത് വളരെ വ്യക്തമായി എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചിട്ടിത്തുക 10 ലക്ഷം രൂപയാണ്. അപ്പോൾ ഒന്നാമത്തെ മാസം നറുക്ക് കിട്ടുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത് 10 ലക്ഷത്തിൽ നിന്ന് 5% കമ്മീഷൻ കിഴിച്ച് ബാക്കി 9.5 ലക്ഷം രൂപയാണ്. ഇതിൽ നിന്ന് GSTയും ഡോക്യുമെൻറ്റേഷൻ ചാർജും മറ്റ് ടാക്സുകളും പോകുന്നുണ്ടെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. നമുക്ക് ഈ 9.5 ലക്ഷം രൂപ വെച്ച് തന്നെ ഇതിൻ്റെ കണക്ക് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഏകദേശം ഒരു വിവരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കണക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യ മാസം നറുക്ക് കിട്ടിയ വ്യക്തി ആ 9.5 ലക്ഷം രൂപ KSFയിൽ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ നിലയ്ക്ക് അദ്ദേഹത്തിന് 6.75% പലിശ കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഒരു മാസം അദ്ദേഹത്തിന് എത്ര രൂപ പലിശ കിട്ടും എന്ന് നോക്കാം. ഇവിടെ 9,50,000 ഇൻറ്റു 6.75% എന്ന് പറയുന്നത് 64,125 രൂപയാണ്. ഇത് ഒരു വർഷത്തേക്കുള്ള പലിശയാണ്. അപ്പോൾ അതിനെ 12 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തെ പലിശ കിട്ടും. അത് 5,343 രൂപയാണ്. അപ്പോൾ ഒരു മാസം 5,343 രൂപയോളം ഈ വ്യക്തിക്ക് പലിശ കിട്ടുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന് ലഭിക്കുന്ന പലിശ ഓരോ മാസവും തവണ സംഖ്യയിലേക്ക് മാറ്റുകയാണെങ്കിൽ അദ്ദേഹം അടയ്ക്കേണ്ടത് 10,000 മൈനസ് 5,343, അതായത് 4,657 രൂപ. ഇതിൽ നിന്ന് ഓരോ മാസവും നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് കൂടെ കുറയ്ക്കണം. അപ്പോൾ 35% കിഴിവിൽ പോകുന്ന മാസങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് 2,250 രൂപയാണ്. 4,657 രൂപയിൽ നിന്ന് 2,250 രൂപ കുറച്ചാൽ അദ്ദേഹം ചിട്ടിയിലേക്ക് അടയ്ക്കേണ്ടത് വെറും 2,407 രൂപ മാത്രമാണ്. ഇങ്ങനെയാണെങ്കിൽ ചിട്ടിയുടെ കാലാവധി കഴിയുന്നതുവരെ ഈ വ്യക്തിക്ക് എത്ര രൂപ ചിട്ടിയിലേക്ക് അടയ്ക്കണം എന്നുകൂടി നമുക്ക് നോക്കാം. ഇതൊരു ഏകദേശ കണക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങളിത് ഉൾക്കൊള്ളാൻ. ആദ്യ മാസം അദ്ദേഹം 10,000 രൂപ തന്നെ അടയ്ക്കണം. എന്നാൽ രണ്ടാമത്തെ മാസം മുതൽ അദ്ദേഹത്തിന് പലിശ കൂടെ തവണ സംഖ്യയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടത് 2,407 രൂപയാണ് അടയ്ക്കേണ്ടത് എന്നാണ്. നമുക്കിവിടെ അതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് 2,400 എന്നാക്കാം. അപ്പോൾ രണ്ടാമത്തെ മാസം മുതൽ ഏകദേശം 30 മാസം വരെ, അതായത് 29 മാസക്കാലം അദ്ദേഹം അടയ്ക്കേണ്ടത് 2,400 രൂപയാണ്. ഇനി വരുന്ന ഓരോ 10 മാസങ്ങളിലും 300 രൂപ വീതം നമ്മുടെ തവണ സംഖ്യ കൂടുകയാണെങ്കിൽ എത്ര രൂപ ആകെ ഈ ചിട്ടിയിലേക്ക് അടയ്ക്കേണ്ടി വരും എന്നൊരു കണക്കാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ മാസം ആ വ്യക്തി അടയ്ക്കുന്നത് 10,000 രൂപയാണ്. രണ്ടാമത്തെ മാസം മുതൽ പലിശ കൂടെ തവണ സംഖ്യയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഡിവിഡൻഡും പലിശയും കിഴിച്ച് അദ്ദേഹം അടയ്ക്കേണ്ടത് 2,407 രൂപ എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കത് റൗണ്ട് ചെയ്ത് 2,400 എന്നാക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മാസം മുതൽ 30 മാസം വരെ 29 മാസക്കാലം അദ്ദേഹം അടയ്ക്കുന്നത് 2,400 രൂപ തോതിലാണെങ്കിൽ ആ കാലയളവിൽ അദ്ദേഹം അടച്ച ടോട്ടൽ എമൗണ്ട് ആദ്യത്തെ 10,000-ൻ്റെ കൂടെ കൂട്ടേണ്ടത് 69,600 രൂപയാണ്. ഇനി 31-ാമത്തെ മാസം മുതൽ 40 മാസം വരെയുള്ള 10 മാസക്കാലം അദ്ദേഹം 2,700 രൂപ വീതമാണ് അടച്ചതെങ്കിൽ 27,000 രൂപ ആ ഒരു 10 മാസം കൊണ്ട് അദ്ദേഹം അടച്ചിട്ടുണ്ടായിരിക്കും. ഇനി 41-ാമത്തെ മാസം മുതൽ 50 മാസം വരെയുള്ള
10 മാസക്കാലം 3000 രൂപ വീതം അടയ്ക്കുകയാണെങ്കിൽ ടോട്ടൽ 30,000 രൂപ ആ ഒരു കാലയളവിലും അദ്ദേഹത്തിന് അടവ് വന്നിട്ടുണ്ടായിരിക്കും. 51 മുതൽ 60 വരെയുള്ള മാസങ്ങളിൽ 3300 രൂപ വീതമാണ് അടച്ചതെങ്കിൽ ആ 10 മാസം കൊണ്ട് അദ്ദേഹം അടച്ചിട്ടുള്ളത് 33,000 രൂപയായിരിക്കും. ഇനി 61 മുതൽ 70 മാസം വരെയുള്ള 10 മാസക്കാലം അദ്ദേഹം 3600 രൂപ വീതമാണ് അടച്ചതെങ്കിൽ അദ്ദേഹത്തിന് ആ 10 മാസം കൊണ്ട് ടോട്ടൽ അടയ്ക്കേണ്ടി വന്നത് 36,000 രൂപയായിരിക്കും. 71 മാസം മുതൽ 80 മാസം വരെയുള്ള 10 മാസക്കാലം അദ്ദേഹത്തിന് അടയ്ക്കേണ്ടി വരുന്നത് 3,900 രൂപ വീതമാണെങ്കിൽ 39,000 രൂപ ആ ഒരു കാലയളവിൽ അദ്ദേഹം അടച്ചിട്ടുണ്ടായിരിക്കും. 81 മുതൽ 90 വരെയുള്ള 10 മാസക്കാലം ഡിവിഡൻഡും പലിശയും കിഴിച്ച് ബാക്കി അടയ്ക്കേണ്ടി വരുന്നത് 4,200 രൂപയാണ് എന്ന് കണക്കാക്കുകയാണെങ്കിൽ ആ 10 മാസം കൊണ്ട് അദ്ദേഹത്തിന് അടയ്ക്കേണ്ടി വരുന്നത് 42,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ 10 മാസം നമുക്ക് ഡിവിഡൻഡ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും അദ്ദേഹം അടയ്ക്കേണ്ടി വരുന്നത് 4,692 രൂപ വീതമാണ്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ 10 മാസം അദ്ദേഹത്തിന് ആകെ അടയ്ക്കേണ്ടി വരുന്നത് 46,920 രൂപയായിരിക്കും. അപ്പോൾ ഇത് ആകെ കൂട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ചിട്ടിയിലേക്ക് അടയ്ക്കേണ്ടി വരുന്ന ടോട്ടൽ സംഖ്യ എത്ര എന്ന് കിട്ടും? 3,33,520 രൂപയാണ് അദ്ദേഹത്തിന് അടയ്ക്കേണ്ടി വരുന്നത്. ഈ 3,33,000 സംതിങ്ങിനെ നമുക്ക് 3.5 ലക്ഷമായിട്ടൊന്ന് റൗണ്ട് ചെയ്യാം. കാരണം നമ്മുടെ തവണ സംഖ്യ കൂടിയാലോ കുറഞ്ഞാലോ ഉള്ള വേരിയേഷനൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് 3.5 ലക്ഷമായിട്ട് പരിഗണിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യ മാസം നറുക്ക് കിട്ടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ചിട്ടിയിലെ ഏറ്റവും വലിയൊരു ഭാഗ്യവാനാണ്. കാരണം 3.5 ലക്ഷം രൂപ മാത്രം അടച്ചിട്ട് അദ്ദേഹത്തിന് കാലാവധി കഴിയുമ്പോൾ 9.5 ലക്ഷം തിരിച്ചെടുക്കാം എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു പ്രോഫിറ്റാണ്. ഏകദേശം 180% മുകളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ മാസം നറുക്ക് കിട്ടിയ വ്യക്തിക്ക് 3.5 ലക്ഷം രൂപയെ 9.5 ലക്ഷമാക്കി മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അവസരമാണ് 10,000 100 മാസം 10 ലക്ഷത്തിൻ്റെ മൾട്ടി ഡിവിഷൻ ചിട്ടി. അപ്പോൾ രണ്ടാമത്തെ മാസവും മൂന്നാമത്തെ മാസവും തുടർന്നുള്ള മാസങ്ങളിലും ചിട്ടി കിട്ടുന്നവരാരും തന്നെ മോശക്കാരല്ല, അവരും ഭാഗ്യവാന്മാർ തന്നെയാണ്. കാരണം ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഒന്നാമത് നറുക്ക് കിട്ടുന്ന ആൾക്കും രണ്ടാമത് നറുക്ക് കിട്ടുന്ന ആൾക്കും തമ്മിലുള്ളത്. അതായത് ഒരു മാസത്തെ പലിശയുടെ വ്യത്യാസം 5,343 രൂപയുടെ വ്യത്യാസം മാത്രമാണ് ഈ കണക്കിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റു വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.